ഫ്രണ്ട്സ്, എല്ലാവർക്കും പവീസ് കേക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പവിത്ര സുരേഷ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടോപ്പ് ഫോർവേഡ് കേക്കാണ്. അതായത് തലതിരിഞ്ഞ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കേക്കാണ്. ഈ ഇടയിലൊക്കെ നന്നായിട്ട് ട്രെൻഡി ആയിട്ടുണ്ട് ഈ കേക്ക്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. ഞാനിപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ച കേക്കാണ്. അതിനുശേഷം നമ്മൾ ഈ കേക്ക് നമ്മുടെ നേരെ വേണം മുറിക്കാനായിട്ട്. നമ്മൾ സൈഡിൽ നിന്നല്ല മുറിക്കുന്നത്, നേരെ വേണം മുറിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3-4 പീസായിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കേക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 5 പീസൊക്കെ ആയിട്ട് എടുക്കാം. പക്ഷേ ഞാനിത് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നല്ലതായിട്ട് എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നീളത്തിൽ നമ്മുടെ ബോർഡിനകത്തോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ തേക്കുന്ന പോലൊന്നുമല്ല തേക്കുന്നത്, നമ്മൾ നീളത്തിൽ വേണം തേക്കാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഒരു കേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ലായനി ചേർക്കണം. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പൈപ്പിംഗ് ബാഗിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്പാച്ചിലേക്കിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ക്രീം നന്നായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് വേണം തേക്കാനായിട്ട്. എന്നാലേ നമ്മൾ അടുത്ത കേക്ക് നമ്മളിതിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ. ഇനി ഞാൻ നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത പീസ് വെക്കണം. അടുത്ത പീസ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വെക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഇടയ്ക്ക് തെന്നിപ്പോകേണ്ടൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നന്നായിട്ട് ലെവൽ ചെയ്യുകയും ചെയ്യണം. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ ലെയർ പോലെ തന്നെ ഞാൻ ഇവിടെ സിറപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ നല്ല ലെവലായിട്ടാണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുഴപ്പം ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം തേക്കാനായിട്ട്, നന്നായിട്ട് ലെവലാക്കിയിട്ട് വേണം തേക്കാൻ. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ലെയറും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒക്കെ ആകാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് പീസും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ ക്രം കോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് നമ്മൾ കേക്കിൻ്റെ ഇത് തേച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ തേക്കാനായിട്ട്. ഇപ്പോൾ ഈ കേക്ക് നന്നായിട്ട് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ നമ്മൾ കേക്കിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ ഒന്നും വീഴാതിരിക്കും. പിന്നെ നമ്മൾ ഈ കേക്ക് ഇങ്ങനെ ഇപ്പം താഴെ വീഴാതിരിക്കാൻ പിടിക്കുവാണെങ്കിൽ തന്നെ അധികം അമർത്തിയൊന്നും പിടിക്കാൻ പാടില്ല, ജസ്റ്റ് ചെറുതായിട്ടേ പിടിക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ പുറകിലും കൂടി ഇപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ക്രീം എടുത്തിട്ട് തേച്ച് കൊടുക്കുവാണ്. ഇതിപ്പം ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ലൈൻ വരച്ചാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനത്തെ കേക്ക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ നമ്മൾ ഈ ലൈൻ വരച്ച് ചെയ്താൽ ഫ്രോസ്റ്റിങ് ചെയ്യാൻ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് എളുപ്പമാകും. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ ഈ ബാക്കിലത്തെ ഭാഗം കൂടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പതുക്കെ വേണം തേക്കാനായിട്ട്. നമ്മൾ താഴേന്ന് മുകളിലോട്ട് വേണം തേക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ സൈഡിലൊക്കെ നമ്മൾ നന്നായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കോട്ട് ചെയ്ത് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്പാച്ചില കൊണ്ട് നമ്മുടെ ഈ കേക്കിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ നമ്മുടെ കേക്കൊന്ന് കുറച്ചും കൂടി ക്രം കോട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. നിങ്ങളപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കേക്ക് തീർക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ക്രം കോട്ടായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പം നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിസൈനിലോട്ട് കിടക്കണം. ഇപ്പം ഞാനിവിടെ സ്പാച്ചില വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്.
ഒന്നുമില്ല, നമ്മുടെ ഈ സ്പാച്ചില നമ്മുടെ കേക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വർക്ക് കിട്ടും. കണ്ടോ, ഇപ്പം ഞാനിവിടെ കുറച്ചും കൂടി കളറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കുറച്ച് മുകളിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങോട്ട് വേവി ലെങ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിൽവർ ബോൾസ് കൊണ്ട് നമ്മുടെ ജസ്റ്റ് ഒന്ന് 3 സിൽവർ ബോൾസ് വെച്ചിട്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഡിസൈൻ ആകാമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനിവിടെ കുറച്ച് ഷേപ്പായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ചൊരു 5-10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിപ്പോൾ കണ്ടോ ഓരോരോ ഷേപ്പായിട്ട് ഞാൻ നമ്മുടെ ഇവിടെ കേക്കിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്താൽ മാത്രം മതിയാകും. അധികം അമക്കണ്ട, ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ശരി ഇപ്പോൾ കാണാനായിട്ട്. ടോപ്പ് ഫോർവേഡ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.